പൊളി സാധനല്ലേ ഇത്? ഇവന്റെ 2.4 സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ പറയൂ, ഞാൻ മൂക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ അമ്മ അവിടെ ഇരുന്നപ്പോ എന്റെ കുണ്ടി വരും പുള്ളി. ഇതെന്ത് സാധനം? സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് ഇരുന്നിട്ടൊക്കെ വർത്താനം പറയാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പുറത്തു പോവുകയാണ്. ഞാനൊരു ഗസ്റ്റിനെ പരിചയപ്പെടുത്തിയത് നിങ്ങൾ വ്ളോഗിലൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നല്ല ഉച്ചയിലായിരിക്കുന്ന വെയിലുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ചെറിയ തരത്തിലുള്ള ആനന്ദം എനിക്ക് ഉള്ളതാണ്. ഈ ഇത് വെച്ചിട്ടാണ് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എൻ്റെ മോനെ ഇപ്പം എന്താ ചൂട് പടാ. എൻ്റെ അമ്മ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ കുണ്ടി വരും പുള്ളി. ഓഫ്, അത്രയ്ക്ക് ചൂട്. കണ്ണിൽ നിന്നൊക്കെ വെള്ളം പറഞ്ഞാണ് എൻ്റെ വല്ലത്ത്. ഞാൻ ഇന്ന് രാവിലെ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നേ. ഡ്യൂട്ടി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇന്ന് ഫ്രൈഡേ ദിവസമാണ്, ഹാഫ് ഡ്യൂട്ടിയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. രാവിലെ ഓടാനൊക്കെ പോയി എന്നത്തെയും പോലെ. എൻ്റെ മോനെ എൻ്റെ കിളി പോയി കേട്ടാ, ഒന്നും പറയണ്ടേ. ഞാൻ ആ ഇൻട്രോ എടുക്കാൻ വേണ്ടി പോയതാ. 1:45 മണിയായി. ഇപ്പോഴത്തെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ഡിഗ്രി ഉണ്ട്. അമ്മേ എന്താ ചൂട്, പട്ടായിപ്പോയി. അതാണ് പടം. ഫോൺ ഹീറ്റായിട്ട് ഓവർ ഹീറ്റ് എന്നും പറഞ്ഞ് ഫോൺ ഇത് കാണിച്ചോണ്ടിരുന്നു. ഓവർ ഹീറ്റ് ഐഫോണിലെ കൂളായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞ് കാണിച്ച് അത് വീഡിയോ എടുക്കാനും പറ്റില്ല. പറ്റാത്ത അത്ര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്. അതുകൊണ്ട് നാട്ടിലെ ഇവിടുത്തെ ചൂടുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. സോ നമുക്ക് നേരെ ഇവിടെ നിന്ന് നേരെ പോവാം. നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ. ഞാൻ പറഞ്ഞില്ല നമ്മളൊരു ഗസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ എന്നാലും ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമുക്ക് ലെറ്റ്സ് ഗോ. പുള്ളിക്കാരിയെ ഒന്ന് പോയി എടുക്കാം ആദ്യം, എന്നിട്ട് ബാക്കി. എവിടെയായിരുന്നേ? ഫോണൊക്കെ തറയിട്ട് പൊട്ടിക്കൂടെ? ഓ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് അനഘേച്ചി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി നാട്ടിൽ പോവേണം അടുത്ത മാസം. അപ്പൊ അതിന്റെ ചെറിയൊരു പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫുകൾക്ക് ഒരു കേക്ക് വാങ്ങി കൊടുക്കാന്നല്ലേ. അപ്പൊ നമ്മൾ അടുത്തുള്ള ഒയാസിസ് ബേക്കറിയിലേക്കാണ് പോകുന്നത്. അപ്പോ എന്താ പറയാനുള്ള അടുത്ത മാസം എത്രാം തീയതി നാട്ടിൽ പോണേ? ഡേറ്റ് കൺഫേം ആയിട്ടില്ല. പോവൂ. സോ നമുക്ക് ഇവിടെ നിന്ന് പോവാൻ നേരെ അവിടെ പോയിട്ട് കാണാം. നമ്മളങ്ങനെ ഒയാസിസ് ബേക്കറിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ പോയി നമുക്ക് കേക്ക് നോക്കാം. 1983 സ്റ്റാർട്ട് ചെയ്ത ബേക്കറിയാണ്. സൂപ്പർ കേക്കാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് വാങ്ങാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഞാനാണ് സജസ്റ്റ് ചെയ്ത കേക്ക് വാങ്ങാൻ വേണ്ടി അല്ലേ. അപ്പം നമുക്ക് ആദ്യം പോയി നോക്കാം. നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. അല്ല, ഇത്രയെല്ലാം ചെയ്തിട്ട് ഇവിടുന്ന് സാധനം മേടിച്ചില്ലെങ്കിൽ എന്ത് മോശമാണെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ്. രസമുള്ള കേക്കാണല്ലേ. എന്താ സാധനം? പൊളി സാധനല്ലേ ഇത്? പക്ഷെ ഇതിൽ എഴുതാനൊന്നും പറ്റില്ലല്ലോ. എഴുതണമല്ലേ. എഴുതാൻ വേണ്ടി എന്തെങ്കിലും വേറെ എന്തെങ്കിലും. ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കണം ആ സാധനം. അതാണ്ട് അത് പൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സൂപ്പർ സാധനം. അതെ അത് ഇത് ഞാൻ ഇവിടെ നിന്നാണ് മിക്ക കേക്കും വാങ്ങണല്ലേ. അതാണെങ്കിൽ ഇങ്ങനെയുള്ള സ്വീറ്റ്സ് ആകുമ്പോൾ കുറച്ച് അടിപൊളിയാ. അതെങ്ങനെ? കേക്കൊക്കെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഇവര് ഫ്ലേവേഴ്സ് ഓറിയൊക്കെ ഇരിക്കുന്നുണ്ടാ അല്ലേ. ഇതെന്ത് സാധനം? പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇവിടെ നിൽക്കും, പോകില്ല തിരിച്ച്. ഈ സെക്ഷന്
ഇതൊക്കെ നോക്കി ബിസ്ക്കറ്റില്ല. ഇത് റിവ്യൂ പറയാൻ തന്നെ കുറേ ഉണ്ടാവും. തിന്നാൻ തന്നെ തിന്നിട്ട് റിവ്യൂ പറഞ്ഞാലോ. എന്ത് പറയും നിങ്ങൾ? ഹണി കേക്ക്. ഹണി കേക്കല്ലേ? ഓ ചെറുക്കാം. കേക്കും വരണ്ടേ. ഞാൻ പറഞ്ഞു ഓക്കെ കൊടുക്കാന്ന്. അത് 2 പപ്സും കഞ്ഞി വെള്ളവും കണക്കാണ് അല്ലേ? പപ്സും നാരങ്ങളുമായാലോ. സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മൾ കേക്ക് ക്യാൻസൽ ചെയ്ത് പിന്നെ ഇച്ചിരി കൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പുള്ളിക്കാരി ബിരിയാണി വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു നാളെ. അപ്പോൾ അത് പുള്ളിക്കാരി നോക്കിക്കോളും, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടന്നില്ല. അങ്ങനെ പറയണ്ട. അങ്ങനെ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി വന്നു. നല്ല നല്ല കടികൾ, എണ്ണക്കടികൾ അവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു. നമ്മൾ വന്നിരിക്കുന്നത് ഷാർജയിലാണ്. ഷാർജ നെസ്റ്റോന്റെ നേരെ ഓപ്പോസിറ്റ് ടെലി സ്റ്റോറീസിന്റെ നേരെ ഫ്രണ്ടില് നല്ല ഉന്നക്കായിട്ട് ഫുഡ് കഴിക്കാൻ ഉഷാറാണ് ആള്. അങ്ങനെ നമ്മുടെ ചായ വന്നിട്ടുണ്ട്. എന്തൊക്കെയാ നമ്മളിപ്പോ ഓർഡർ ചെയ്തേ? നമ്മള് ഒരു ബീഫ് പത്തിരി, ഒരു ചിക്കൻ പത്തിരി, ഒരു ഉന്നക്കായ്, ഒരു കല്ലമ്മക്കായ് ഓർഡർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നമുക്ക് കിട്ടിയില്ല. കാർഡ് നമ്മൾ ഓർഡർ ചെയ്ത ഇതെന്താ? ഉന്നക്കായ്. ഇത് ഉന്നക്കായ്, ബീഫ് പത്തിരി. ബീഫല്ല ചേച്ചി, ബീഫാ? ഒന്ന് എനിക്ക് ബീഫ്. ഇതിന് എല്ലാ സാറിനുള്ളതാണല്ലേ? എനിക്ക് വെയിറ്റ് വയ്യ. നോട്ട് ഫിനിഷ്ഡ്. കാർഡടിക്കാൻ വന്നപ്പോ നോട്ട് ഫിനിഷ് എന്ന് ഇനിയും തിന്നണമെന്ന്. ഇതിലെ ഗൈസ് നമുക്ക് ഇതിൽ ഏതാണ് ബീഫ് എന്ന് അറിയും. ഇതിലെ which one is beef? Beef which one? Okay, thank you. എനിക്ക് ചിക്കൻ മതി. നീ ബീഫ് തിന്നില്ലല്ലോ. ഓക്കെ കഴിച്ചോ. പൊളിയോ? ഓ, നാട്ടിലെ സെയിം സാധനം കണ്ടോ? സംഭവം കൊള്ളാം. ചിക്കൻ പത്തിരി അല്ലേ? കടയിലെ ആള് കാർഡടിക്കാൻ വേണ്ടി വന്നു. അപ്പൊ പറയാ കഴിഞ്ഞില്ല ഇനിയുണ്ട് വെയിറ്റ് ചെയ്യ്. ഈ സാധനം കറക്റ്റ് നാട്ടിലെ സെയിം. വേറൊരു സാധനമുണ്ട്. ഇതെന്തോ ഇന്ന ഉന്നക്കായ ഭയങ്കര ഇടിച്ച കുറച്ച് ജ്യൂസി. ഇത് പഴവും തേങ്ങയും കൂടി ഉള്ള അല്ലേ? സൂപ്പറാണ് കേട്ടാ. ഓ, മനസ്സിലായോ എന്താ ഞാൻ പൈസ കൊടുക്കാത്തേന്ന്? ഒന്നിച്ചു കൊടുക്കാം. ഇവിടെ ഇരുന്ന് തിന്നു കഴിഞ്ഞിട്ട് കട്ടക്ക് ഡയറ്റൊക്കെ പിടിച്ചിരിക്കും കേട്ടാ. പാനകേച്ചി വിളിക്കും, എടാ ഇവിടെ ഫുഡ് കഴിക്കാൻ പോയല്ല. ഇല്ല ചേച്ചി, കുഴപ്പമില്ലടാ, ഞാൻ വാങ്ങി തരാടാ, നീ വാ. അതിനെ വിളിക്കാറുള്ളൂ ഞാൻ. തിന്നാൻ വേണ്ടി മാത്രം. തീറ്റിച്ചു നമ്മളെ പണ്ടാരടക്കും. നീ ഇപ്പൊ ഡയറ്റ് ചെയ്താൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. തിന്നാൻ ആളെ കിട്ടുന്നില്ല. കാരണം തടിയൊക്കെ കൂടിയേ. അടുത്ത പറയാം. കൊള്ളാം. പാവ സ്നേഹം ഉള്ള ആളാ. സ്നേഹം ഭയങ്കര. അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ. छोटा छोटा उंडा
വിത്ത് ബീഫ് നോ വിത്ത് ബീഫ്. ഓ പഠിച്ചോനെ ചേട്ടാ. മറ്റേ എന്താ അതിന്റെ പേര്, ഇങ്ങോട്ട് മാറിക്കേ. ആ സാധനം ഉണ്ടോ രണ്ടാമത്തെ ഫോട്ടോ? ആ അതന്നെ, കുഞ്ഞിപ്പത്തിരി. കല്ലുമക്കായില്ല. മറ്റേ ഇതിന്റെ അപ്പുറത്തിരിക്കണ അതിന്റെ അപ്പുറത്തിരിക്കണ എന്താണെന്ന് വെച്ചേ 4 o'clock വരെയാവും. ചിക്കൻ പത്തിരി ആ മലയാളിയാ ചേട്ടൻ. മുട്ട ചിക്കൻ ഫില്ലിംഗ്. മുട്ട ഞങ്ങൾക്ക് താല്പര്യമില്ല. പഴംപൊരിയും ബീഫോ? പഴംപൊരിയും ബീഫോ ഞാൻ കഴിക്കില്ല ബീഫ്. കഴിച്ചോ വേണമെങ്കിൽ. വേണ്ട. 4 മണി വരെ ഇവിടെ ഇരുന്നാലോ? ചിക്കൻ പത്തിരി തിന്നാ കല്ലുമക്കായ തിന്നാ. ഇപ്പൊ നാട്ടിലല്ലേടാ പോണ. 15 മിനിറ്റും കൂടെ ഉള്ളൂ ചേട്ടാ. ഒരു പരിപ്പ് കൂടെ വാങ്ങും, ടേസ്റ്റ് ചെയ്തോക്കെ. അത് മേടിക്കാം. Am I speaking with my mook? പൈസ കൊടുക്കടേ. പരിപ്പാണ് വേണ്ടത് നിനക്ക്? ഇവന്റെ 4 സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ പറയൂ, ഞാൻ മൂക്കൊണ്ടാണോ സംസാരിക്കുന്നത്? എടാ ക്യാഷ് അല്ല ചേ ഈ കുറെ സാധനം മേടിച്ചായിരുന്നു. 2 ചായ, 1 ഇറച്ചിപ്പത്തിരി, 2 ഇറച്ചിപ്പത്തിരി, 1 ചിക്കൻ, 1 ബീഫ്, 1 ഉന്നക്കായ. 1 മിനിറ്റ്, 1 ഉന്നക്കായം കൂടെ തരും. ഒരു ഉന്നക്കായം കൂടിയാ? വയ്യാത്ത കുട്ടിയല്ല, വിശപ്പിന്റെ അസുഖമുണ്ട്. ആ ചേട്ടന്നാ ചോദിക്ക, ഇതൊന്നും വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ലേ? പക്ഷെ പരിപ്പോടെ ഫെയില് കേട്ടാ. പോരാ, ഒന്ന് തിന്നതാ, അടുത്തതും കൂടി വാങ്ങിച്ചു. താങ്ക് യു സോ മച്ച്. സോ നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ ചായ കുടിക്കും വരെ നിങ്ങൾ കണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എവിടെ പോയെന്നറിയാം? നിങ്ങൾ ഫുള്ള് കൺഫ്യൂഷൻ ആയിക്കാണ് ഈ വ്ളോഗ് കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തോട്ട് പോകാനായിട്ട് തിരിച്ചത് പുള്ളിക്കാരി പറഞ്ഞു, സിനിമ കാണാൻ പോകാന്ന് പറഞ്ഞു. ദൃശ്യം 3 കാണണമെന്ന് പറഞ്ഞു. സോ യെസ് ഓഫ് കോഴ്സ്. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. അപ്പോൾ അത് കാണാൻ പോയത് വലിയൊരു കോമഡിയാണ് പടം. പുള്ളിക്കാരി പറഞ്ഞു അവിടെ എൻ്റെ കമ്പനിയിലുള്ളവരൊക്കെ കണ്ട്, ഞാൻ കണ്ടില്ല, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ ചെന്നപ്പോൾ സംഭവിച്ചത്, എൻ്റെ മോനെ എന്ത് പടാ. ഞാൻ ഉള്ളത് പറയണോ കള്ളം പറയണോ നിങ്ങളോട്? എന്തായാലും ഞാനൊരു മോഹൻലാൽ എന്നുള്ള ഒരു മാർജിൻ ഉള്ളതുകൊണ്ട് പടം മൂവ് ആവുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ പഴയ പടത്തിൻ്റെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അതും ഇതിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ആ പടം മൂവ് ആവുന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഒന്ന് പറയല്ലോ, അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ചോറയാവും. അപ്പോൾ സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ അതൊക്കെയായിരുന്നു. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ചോറൊന്ന് വയ്ക്കണം, എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോറുണ്ട്, ഒരു മുട്ട പൊരിച്ചാൽ മതി. സോ ഞാൻ മുട്ടയും പൊരിച്ച് ചോറൊക്കെ കൂട്ടി കഴിച്ചിട്ട് കിടക്കാമെന്ന് കരുതി. അപ്പോൾ വിചാരിച്ച് നിങ്ങളോട് ഇത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടക്കാമെന്ന്. സോ ബൈ ദ ബൈ, ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ചെറിയൊരു പോർഷനേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വീണ്ടും നാളെയും നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ സോ ബൈ ദ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കണും കൂടി അമർത്തുക. നമ്മൾ വീണ്ടും സന്ധിക്കും വരയ്ക്ക് വണക്കം. ബൈ ബൈ.